ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് പുട്ടാണ്. ഇപ്പം റേഷൻ കടയിൽ നല്ല ഗോതമ്പൊക്കെ കിട്ടുന്നുണ്ട്, കമ്പൽസറി ആക്കിയിട്ടുണ്ട് വാങ്ങണമെന്ന്. അപ്പം അങ്ങനെ കുറേ വാങ്ങി ഞാൻ നന്നായിട്ടൊന്ന് പാറ്റി അഴുക്കൊക്കെ പോയതിന് ശേഷം കഴുകി ഒരു 4-5 പ്രാവശ്യമൊക്കെ കഴുകി ഉണക്കി പൊടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതുവരെ ചപ്പാത്തിയൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല, എങ്ങനെ സോഫ്റ്റ് ആയിരിക്കുമെന്ന് അറിയില്ല. പക്ഷേ പുട്ടിന് അടിപൊളിയാണ് കേട്ടോ, പുട്ടും ദോശയ്ക്കും. പിന്നെ അതിനൊരു കടലക്കറിയും കൂടെ ഒന്ന് റെഡിയാക്കി. ഗോതമ്പ് പുട്ടിന് പഴമൊന്നും അത്ര വലുതായിട്ട് സെറ്റാവില്ല, കുറച്ച് എരിവും പുളിപ്പും ഒക്കെ ഉള്ള ഒരു കറി തന്നെ നന്നായിരിക്കും. പിന്നെ ഇന്ന് രാവിലെ ഒരു നിവേദ്യം ചെയ്തു സ്വാമിക്ക്. ശർക്കര പൊങ്കലാണ്, പച്ചരിയും ചെറുപരിപ്പും കൂടെ ചേർത്തിട്ട് ശർക്കര പൊങ്കലാണ്. നമ്മുടെ അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ശർക്കര പൊങ്കലിൻ്റെ അതേ ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലൊരു കടുക് മണിയോളം കുറച്ച് പച്ചക്കർപ്പൂരം ചേർക്കണം കേട്ടോ. അപ്പം നല്ല ഫ്ലേവർ, അതേ ഫ്ലേവറിൽ കിട്ടും. അതൊരു നല്ലൊരു ടിപ്പാണ് കേട്ടോ. അറിയാമെന്നുള്ളവർക്ക് ഓക്കെ, ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇന്ന് എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുള്ളത് കാരണം വീട്ടിലെ കിച്ചൺ വർക്കെല്ലാം ഞാൻ വേഗത്തിൽ ചെയ്ത് തീർത്തു. പാത്രങ്ങൾ കഴുകി, സിങ്കെല്ലാം ഒന്ന് കഴുകി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു നിങ്ങൾക്കൊരു കിച്ചൺ ടിപ്പ് പറഞ്ഞു തരണമെന്ന്. എൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല, ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിച്ചത് തന്നെയാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അരമണിക്കൂറിൽ നമുക്ക് പാലിൽ നിന്ന് എങ്ങനെയാണ് തൈര് ഉണ്ടാക്കാമെന്ന്. ശരി, നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പാലിൽ നിന്ന് അരമണിക്കൂറിൽ എങ്ങനെയാണ് നല്ല കട്ട തൈര് ഉണ്ടാക്കാമെന്ന് കാണാം. അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കിച്ചൺ ടിപ്പ് കൂടെ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണൂ. ആദ്യം പാല് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കുറച്ച് നേരം കൂടെ അതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതൊന്ന് പൊങ്ങി വന്ന പാലാണ്, എനിക്ക് അപ്പോഴും വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ വീണ്ടും നന്നായിട്ടൊന്ന് കാച്ചിയെടുക്കുകയാണ്. അങ്ങനെ നന്നായിട്ട് തിളപ്പിച്ച പാലിനെ ഒന്ന് ആറാൻ വയ്ക്കണം. അതേ സമയത്ത് നമുക്കൊരു കുക്കറിലോ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലോ കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം മതിയാവും. അത് ചൂടാക്കാൻ വെച്ചിട്ട് അതേസമയം ഈ പാല് ഒന്ന് തണുക്കാൻ വയ്ക്കണം. തണുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആറ്റി അതിനെ ഒരു ലൂക്ക് വാം സ്റ്റേജിൽ കൊണ്ടുവരണം. ചെറു ചൂടുള്ളപ്പോൾ തന്നെ നമുക്ക് ഉറമോര് ഒഴിച്ചു കൊടുക്കാം. ഉറമോരെന്ന് പറഞ്ഞതും ഫ്രഷ് ആയിരിക്കണം കേട്ടോ. തലേന്ന് റെഡി ചെയ്ത തൈരായിരിക്കണം. ഒരു 5-6 ദിവസത്തെ പഴക്കമൊക്കെ ഉണ്ടെങ്കിൽ അത് ഓവർ പുളിപ്പായിട്ട് മാറും. സോ നമുക്കതനുസരിച്ച് ഉറമോരിൻ്റെ അളവും പാലിൻ്റെ അളവിനനുസരിച്ച് പാൽ എത്രത്തോളം എടുക്കണോ അതനുസരിച്ച് കുറച്ച് കൂട്ടിക്കോളൂ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എനിക്കിവിടെ 2 ഗ്ലാസ് പാലേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ബീറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് അടിച്ച് യോജിപ്പിക്കണം. നമ്മളിപ്പോൾ തിളപ്പിക്കാൻ വെച്ചിരുന്ന വെള്ളം നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ ചൂടുവെള്ളം ഇരുന്ന പാത്രത്തിനകത്ത് ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, ആ പാത്രം വെച്ച് കൊടുത്ത് അതിന് അടച്ചൊന്ന് വയ്ക്കാം. വേണമെങ്കിൽ ആ കുക്കറിൻ്റെ അടപ്പിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. അത് അത്യാവശ്യമൊന്നുമില്ല, ഇങ്ങനെ ഇരുന്നാലും മതി. ഞാനിപ്പോൾ ഇതിൻ്റെ അടപ്പും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അതിനുള്ളിൽ വേറൊരു കിച്ചൺ ടിപ്പ് കൂടെ പറഞ്ഞുതരാം. നമ്മുടെ സ്റ്റൗവിൻ്റെ ടോപ്പില്ലേ, ഇതിലിങ്ങനെ പാല് വീഴുന്നോ അല്ലെങ്കിൽ അരി വേവിക്കുമ്പോൾ വെള്ളമൊക്കെ പൊങ്ങി വീഴില്ലേ, അപ്പം അങ്ങനെയൊക്കെ ആയി കുറേ കറകളൊക്കെ അങ്ങ് പിടിക്കുകയാണെങ്കിൽ ഇന്ന് ഒരു ദിവസത്തെ കറയാണ് കേട്ടോ ഇതാ പറ്റിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള കറകളൊക്കെ അല്ല ഒരു വർഷം ആൾക്കാർ അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ആരും ഇരിക്കില്ല, അന്നെന്നുള്ളത് ക്ലീൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഒത്തിരി നാൾ അഴുക്ക് പിടിച്ചാലും ആ അഴുക്കിനെ നമുക്ക് മാറ്റാനുള്ള ഒരു വലിയൊരു സൂത്രമാണ് കേട്ടോ ഇത് 1 ഗ്ലാസ് വെള്ളത്തിൽ 2 സ്പൂൺ വിനീഗറും 1 സ്പൂൺ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഡിഷ് വാഷ് അതും കൂടെ ഒഴിക്കാം. പിന്നെ മണത്തിന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കംഫർട്ടും കൂടെ ഉപയോഗിക്കാം. അത് കമ്പൽസറി ഒന്നുമല്ല. അപ്പോൾ ഇത് ഇത്രയും മാത്രമാണ്. ഈ 3 ഐറ്റംസ് തന്നെയാണ്: വെള്ളം, വിനീഗർ, ഏതെങ്കിലും ഒരു ലിക്വിഡ് ഡിഷ് വാഷ്, അത്ര തന്നെയാണ്. ഞാൻ 6 മാസത്തിന് മുമ്പേ ഇത് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. 6 മാസം ആയിട്ടും അതിൻ്റെ എഫക്റ്റിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. അന്നത്തെ അതേ ഇതന്നെയാണ്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറത്തൊന്ന് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ പാത്രങ്ങൾ വേണം സ്ക്രബ്ബറില്ലേ, അത് വെച്ച് ലൈറ്റായിട്ട്, അങ്ങനെ ഫോഴ്സായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ അഴുക്കൊക്കെ അങ്ങ് പൊയ്ക്കോളും. ഒത്തിരി നാളത്തെ കറയായാലും അറ്റ് എ ടൈം എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ്. നമ്മളിത് സ്പ്രേ ചെയ്തിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം കൂടെ ഇല്ല. ഇപ്പോൾ ഉടനെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിവിടെ മെറ്റൽ സ്ക്രബ്ബറാണ് എടുത്തിട്ടുള്ളത്. ഗ്രീൻ കളർ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബറില്ലേ, അതിട്ട് തേച്ചാലും പോകും കേട്ടോ. എളുപ്പമാണ്, ബലമൊന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഇതാ കണ്ട പോണാണ്ടില്ലേ, എല്ലാ അഴുക്കും ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആവും. ഇത് നമുക്ക് സ്റ്റൗവിൻ്റെ ടോപ്പ് മാത്രമല്ല, കിച്ചൺ ടോപ്പ് മുഴുവനും നമുക്കിത് വെച്ച് അപ്ലൈ ചെയ്യാം. എണ്ണ വീഴ്ക്കും എല്ലാം പോകും കേട്ടോ. നല്ല പളപളാന്നാവും.
ഇങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നമുക്കൊരു തുണിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വൈപ്പറോ കൊണ്ട് നീറ്റായിട്ട് തുടച്ചെടുക്കാം. നമ്മുടെ സ്റ്റൗ പുത്തൻ പുതിയതായിട്ട് അങ്ങനെ തിളങ്ങണ കാണാം കേട്ടോ. ഇത് നല്ലൊരു ടിപ്പാണ്, അറിയാത്തവരൊന്ന് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ഇത് 1 ഗ്ലാസ്സൊക്കെ നമ്മൾ റെഡി ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് 6 മാസം വരെയൊക്കെ അത് കേടുകൂടാതിരിക്കും. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് നമ്മുടെ തൈര് റെഡി ആയോ എന്ന് നോക്കാം. ഇപ്പോൾ അരമണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്, 45 മിനിറ്റ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് തുറന്ന് നോക്കുന്നത്. എനിക്ക് നല്ല കട്ട തൈര് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ വേണമെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ കൂടെ ഇരുന്നാൽ ഇന്നും കുറച്ചുകൂടെ കട്ടയാവുമായിരിക്കാം. പക്ഷേ ഇത് മതിയാവും നമുക്ക്. നല്ല കട്ട തൈരാണ് കേട്ടോ. അത് പുളിപ്പ് ഞാൻ നോക്കി, അത്യാവശ്യം പുളിപ്പും ഉണ്ടായിരുന്നു. ക്ലൈമറ്റൊക്കെ നല്ല തണുപ്പാണെങ്കിൽ മോര് ഉറയാവാൻ കുറച്ച് ലേറ്റ് ആവില്ലേ. അപ്പോൾ അവരൊക്കെ ഈ ടിപ്സൊക്കെ ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഫോർ നൗ.